സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയഭാരതിയമ്മ പ്രിയങ്കയ്ക്കിട്ടും സുകുമാരിക്കിട്ടും നല്ല എട്ടിൻ്റെ ഒരു പണി കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കുവാണ്. പ്രിയങ്കേൻ്റെ അസുഖമൊക്കെ മാറാനായിട്ട് പ്രിയങ്കേനെയും കൂട്ടിയും കടമ്പനാട് ക്ഷേത്രത്തിൽ പോയി അവിടെയുള്ള വഴിപാടുകളും പൂജകളും ഒക്കെ കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുവാണ് കേട്ടോ. ജയഭാരതി പത്മിനിയും രാധികം വരുന്നവരെല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ അവരിക്കാര്യം സുകുമാരനെയും പ്രിയങ്കേനെയും അറിയിക്കുന്നുണ്ട്. നൈസായിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും സുകുമാരനെയും പ്രിയങ്കേനെയും ശരിക്കും അങ്ങ് പൂട്ടുവാണ് ജയഭാരതി അമ്മ. അങ്ങനെ വേറെ വഴിയില്ലാതെ അവരുടെ ഒപ്പം അവർക്ക് കടമ്പനാട്ട് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടി വരുവാണ് കേട്ടോ. അങ്ങനെ രാധികയും വരണം സുകുമാരിയും പ്രിയങ്കയും പിന്നെ ജയഭാരതിയൊക്കെ ചേർന്ന് ആ ഒരു ക്ഷേത്രത്തിലെത്തുവാണ്. അങ്ങനെ പ്രിയങ്കയുടെ അസുഖത്തെക്കുറിച്ചും അത് എത്രയും പെട്ടെന്ന് മാറാനുള്ള പൂജകളെ കുറിച്ച് എന്തൊക്കെയാണെന്ന് അവിടുത്തെ തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ തിരുമേനി പറയണേണ്, ആദ്യമായി കാവടി എടുത്ത് പ്രാർത്ഥിക്കണം. അത് ചെയ്യേണ്ടത് ഈ കുട്ടിയല്ല, അത് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ള നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രായം ചെന്ന ആളാണ് കൂടുതൽ ഉത്തമം. ഒരു ചെറുപ്പക്കാരന് ചിലപ്പോൾ പൂർണ്ണമായും മനസ്സർപ്പിച്ച് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അസുഖമുള്ള ഈ കുട്ടിയുടെ മുത്തശ്ശി തന്നെ കുട്ടിക്ക് വേണ്ടി കുട്ടിയുടെ അസുഖമെല്ലാം മാറാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാവടി എടുക്കട്ടെ. അങ്ങനെ പറഞ്ഞ് അതിൻ്റെ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുവാണ്. അങ്ങനെ അതൊക്കെ മേടിച്ച് കാവടി തുള്ളി നടക്കുവാണ് കേട്ടോ മുത്തശ്ശി. അതെല്ലാം കണ്ട് ചിരിയടക്കാനാവാതെ ആ കാഴ്ചകളെല്ലാം നല്ലപോലെ ആസ്വദിക്കുവാണ് വരുണിൻ്റെ അധികം ജയഭാരതി അമ്മയൊക്കെ ചേർന്നിട്ട്. ഈ സമയം പ്രിയങ്കയും മുത്തശ്ശി സഹിക്കുന്ന കഷ്ടപ്പാടൊക്കെ കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷനിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ ശരീരം മുഴുവൻ വേദനയായിട്ട് ആ ഒരു പൂജയും വഴിപാടുമൊക്കെ എങ്ങനെയൊക്കെ പൂർത്തിയാക്കുന്ന സുകുമാരിനെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്